എന്തിനാണ് ഈ കോൺട്രാക്ട് പണികൾ നടക്കുന്ന ഉദ്ദേശി ഉദ്ദേശി കുരുവനാക്കി മാറ്റി തന്ത്രിയും രാമനൊക്കെ ആക്കി മാറ്റി അയ്യായിക്ക് മാസം 10-2 ലക്ഷം 3 ലക്ഷം വരുമാനം പിടിച്ചിട്ട് ഈ നിലയ്ക്കാക്കി എൻ്റെ കൂടെ വന്ന വഞ്ചകാരും ജാതികാരന്മാരെ എടുത്ത് കളഞ്ഞ് എന്നെ ഈ തപോവനത്തിൽ ഈ സാധനം പ്രത്യക്ഷപ്പെട്ട് ജ്യോതിർഗോളം പ്രത്യക്ഷപ്പെട്ട് താഴേക്ക് ഇറങ്ങിയാണ് കണക്ട് ചെയ്ത് എന്തിനായിരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ. മലയാളം തന്നെ എനിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത മനുഷ്യനാണ്. സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങളൊന്നും വായിച്ച് എനിക്ക് ഭാവി വേദശാസ്ത്രത്തിൽ എൻ്റെ അടുത്ത് വേദാന്തങ്ങൾ തർക്കിക്കാൻ ആളില്ല. 5 മിനിറ്റ് ഓടിപ്പോവും. ക്ലബ് ഹൗസിലൊക്കെ എന്നെ ഇറക്കി ചോദിച്ചാൽ എന്നെ കയറ്റൂല. സിദ്ധാന്തം കൂടി വന്നു. എന്തിനായിരിക്കും ഈ ഋഷിമാർ വന്നിട്ട് ഈ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ചപ്പും ചവറിനൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു ഫ്രഷാക്കി ചതി മഞ്ചകരുന്നില്ലാണ്ട് ഈ ശാസ്ത്രത്തിനെ ഉയർത്താനായിട്ട് ഇത്രയും വേദശാസ്ത്രം കടലാണ് നമുക്ക് ഞാൻ ചിന്തിക്കുന്നതിന് മുകളിലാണ്. വലിയൊരു ശാസ്ത്ര പദ്ധതിയാണ് അതിൻ്റെ അകത്ത്. ഇത്ര വലിയൊരു ഭാരം ആരുമില്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റിയിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വേദത്തെ വികസിപ്പിക്കണം. അത് ഇവരാഗ്രഹിച്ച പോലെ വികസിപ്പിക്കണം. അതിന് ഇന്നു വരെയുള്ള ആധ്യാത്മികതയിൽ നിന്നും തന്ത്രപൂജ എന്നുള്ള വിശ്വാസ ഭക്തിഭാവപ്രസാദം വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ചെയ്ത് കാണിക്കുന്നു. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കൂല. കാരണം ഞാനാരാ ചിദാനന്ദ ഗുരുസ്വാമികളോ അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതാചാര്യന്മാരായിട്ടുള്ള ആൾക്കാരോ വലിയ മഹാത്തായിട്ടുള്ള എല്ലാവരും കൈകാര്യം തൊട്ട് കൊടുക്കുന്ന ബ്രഹ്മസമർത്ഥല മറ്റേ സന്യാസിമാരൊക്കെ ഉള്ളപ്പോൾ ഈ തൂറ്റക്കടിയായിട്ടുള്ള ഞാൻ പറഞ്ഞ ആരെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടല്ല ചെയ്ത് തെളിയിക്കണം. ഇവിടെയാണ് കളി. അതിന് ക്രിയാഫലം എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി ചെറിയ കാര്യം നല്ല തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും ഒക്കെ പോകേണ്ടതാണ്. നമ്മളിലേക്ക് വരേണ്ടത് വരുമെന്ന് നമുക്ക് വലിയ ഉത്തരവാദിത്തം തന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറാണ് ഞാൻ, വാസ്തുശാസ്ത്രജ്ഞനാണ്. ഇതൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ട് അതൊന്നും ചെയ്യാണ്ട് ഞാൻ ഈ വേദശാസ്ത്രം പിടിച്ച് വെച്ചേക്കുന്നത് ഇതേ തലയിൽ PhD കൂടി ചേർത്തി. ഇനിയിപ്പോൾ റിസർച്ച് ചെയ്താലേ പറ്റുള്ളൂ. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ ആർക്ക് വേണമെങ്കിൽ ദ്രോഹിക്കാം, ചതിക്കാം, വഞ്ചിക്കാം. ഒരു തവണ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒഴിക്ക് പോയില്ല. പൊന്നും കൊണ്ട് കൊട്ടാരായാലും വേണ്ട. നമ്മളൊക്കെ പ്രകൃതിയിൽ നൽകിയിട്ടുള്ള ഈ ലക്ഷ്യം ഇത് പൂർത്തീകരിക്കലാണ് എൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ തുടരായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ വരും. ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഒരു ആമുഖം രസകരമായിട്ട് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്.